മോനെ അമ്മേ, ഞാൻ കാപ്പുടിക്കണമെന്നല്ല വന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഇത് അമ്മയോട് ചോദിച്ചു വാങ്ങാൻ എനിക്കറിയാലോ. ശിവനിത് കുടിക്കേ. സത്യം പറമേ, ഞാൻ നിങ്ങൾക്ക് ശല്യമായോ? രാധയുടെ അമ്മാവൻ ബാലനോട് എന്ത് പറഞ്ഞെന്ന് എനിക്കറിയണ്ട. അമ്മ പറ, ഞാനൊരു കൊളരാത്തവനാണോ? അമ്മ ഞാൻ രാധ ഇഷ്ടപ്പെട്ട് തെറ്റാണോ? ശിവനോട് ഒന്നും എനിക്ക് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ശിവന്റെ അച്ഛനും രാധയുടെ അച്ഛനും എന്താണോ പരസ്പരം ആഗ്രഹിച്ചത് അത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു അമ്മ തന്നെയാണ് ഞാൻ. നീ എനിക്ക് മകൻ തന്നെയാ, അന്യനല്ല. ഏട്ടനോട് എതിർത്തൊരു വാക്ക് ഈ ജന്മം പറയാൻ എന്നെ കൊണ്ടാവില്ല മോനെ. ഏട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. രാധയുടെ ജോലി കൊണ്ട് തട്ടിയും മുട്ടിയും ഞങ്ങൾ എങ്ങനെ കഴിയുന്നു ആർക്കും അറിഞ്ഞൂടാ. അവൾ വല്ലയിടത്ത് നല്ല നിലയിൽ ചെന്ന് കയറിയാലേ താഴെയുള്ള വിലാസിനെ ഒന്ന് കരകയർ. വാസ്തവത്തിൽ നീയല്ലേ ശിവ ഇതൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നിനക്കൊരു തൊഴിൽ കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ അവൾ തയ്യാറായെന്ന് വരും. പക്ഷേ പ്രായം തെറ്റുന്ന ഒരു മകളെയും അകത്ത് വെച്ച് ജീവിക്കുന്ന ഒരു അമ്മയുടെ ആദ്യം ഉണ്ടല്ലോ, അത് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രത്യേകിച്ചും ഒന്നിനും കൊള്ളാത്ത ഒരു പ്രേമവും പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാർക്ക്. പറയരുത്, ഇനി ഒന്നും പറയരുത്. ഇപ്പൊ തന്നെ ഇതിനകത്ത് ആവശ്യത്തിലേറെ പൊള്ളലുണ്ട്. ഇനിയും വയ്യ. രാധയെ ഞാൻ സ്നേഹിച്ചത് സത്യമാണെന്ന് അമ്മയുടെ കാലിൽ തൊട്ടാൻ സത്യം ചെയ്യാം. ഇനി മറക്കല്ലേ വേണ്ടു, അത് ഞാൻ ചെയ്യാം. എന്നാലും എനിക്ക് അവളോടുള്ള സ്നേഹം ഒരു തമാശയായിട്ടാണ് തള്ളിക്കളരുത്. അതവിടെ കിടന്നോട്ടെ. പൂക്കൾ ഉണങ്ങി വിടാറില്ല അമ്മേ, അത് ആരുടെയും കാലിൽ തറക്കാറില്ലല്ലോ. കാപ്പിക്ക് നല്ല മധുരം. വെറുതെ അല്ല ഈ തറവാട്ടിലെ വയസ്സന്മാർക്ക് പ്രമേയം വരുന്നത്.